Guys, welcome to family. ണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ഇടിക്കണം. നാളെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഗൈസ്, അപ്പോ നമ്മള് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വിച്ചു ഇതിലില്ല, മിസ്സിംഗ് ആണ്. വിച്ചു ഓഫീസിൽ പോയി കാണട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ തൊട്ട് തന്നെ വല്ലൂർ ക്ഷേത്രം എന്ന് പറയും, തൊട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടാവും കേട്ടാ. അപ്പൊ തൊട്ടന്നെ ഇതിന്റെ അപ്പുറത്താണ്. അപ്പൊ അമ്പലത്തിലെ ഉത്സവമാണ്. ഒരാഴ്ചയാണ് ട്രിവാൻഡ്രത്തൊക്കെ ഉത്സവങ്ങളെന്ന്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയാം, അല്ലാത്തവർക്കൊന്നും അറിയില്ല. ഇപ്പൊ തൃശ്ശൂർക്കാർക്കൊക്കെ ആണെങ്കിൽ കാവടി പൂരം എന്നൊക്കെ പറഞ്ഞ ആ ഒരു ദിവസം 2 ദിവസമൊക്കെയാണ് ഉണ്ടാവുള്ളൂ. കാവടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാവടി വേറെ, ഇവിടെ കാവടി എന്ന് പറഞ്ഞാൽ അഗ്നിക്കാവടി, പറവക്കാവടി, പൂക്കാവടി, അമ്പലക്കാവടി, അതുപോലെ കാർത്തിക മഹോത്സവമാണ്. പുള്ളു ശിങ്കാരി മേളം, പഞ്ചാരി മേളം, പാണ്ഡിമേളം അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പൊ ഇവിടെ ഉത്സവങ്ങളാണ്. അമ്പലത്തില് ഒരാഴ്ചയോളം ഭയങ്കര ആഘോഷങ്ങളായിരിക്കും. സ്റ്റേജ് പ്രോഗ്രാംസ്, പല പല പരിപാടികൾ, ഡാൻസുകള്, പല രീതിയിലുള്ള ഡാൻസുകള്. പിന്നെ മാത്രമല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടയ്ക്കിടയ്ക്കായിട്ട് പിന്നെ എന്താ പറയാ ഭക്ഷണങ്ങൾ, അന്നദാനം പോലെ സദ്യ, പിന്നെ ലഘുഭക്ഷണം, അങ്ങനെ 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 ഒരാഴ്ചത്തോളം എല്ലാ അമ്പലങ്ങളിലൂടെ അങ്ങനെയാണ് കേട്ടോ. അപ്പോ ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് സദ്യ ഉണ്ടായിരുന്നു. അമ്പലത്തിലെ കുറച്ച് പരിപാടി. പക്ഷെ ഞങ്ങള് ഓഫീസിൽ പോയിക്കായിരുന്നു. അപ്പൊ വിച്ചില്ലാത്ത കൊണ്ട് എനിക്ക് പോവാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, വിച്ചു ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് വീഡിയോ എടുത്തിട്ട് അമ്പലത്തേക്ക് പള്ളിയിലേക്ക് പോകുമ്പോ എല്ലാവരും കൂടി പോകാനുള്ള ഒരു സന്തോഷം. അപ്പൊ അത് കാരണം പിന്നെ പോയില്ല. എന്നാലും ഞങ്ങളിലല്ലാണ്ട് പോവാൻ പറഞ്ഞായിരുന്നു വിച്ചു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അങ്ങനെ പോവാന്ന് വെച്ചിരുന്നിരുന്നാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ അപ്പൂസൊക്കെ റെഡി എല്ലാം കഴിഞ്ഞപ്പോ പിന്നെ അവൻ പറഞ്ഞു നാളെ പോവാം, ഇന്ന് പോണ്ട, സുഖമില്ല. അപ്പൊ പിന്നെ അങ്ങനെ അത് പോയി. പിന്നെ ഞങ്ങള് വിചാരിച്ചു ആദ്യം സ്കൂളിൽ പോയി കഴിഞ്ഞു. അപ്പൊ ആരില്ലാണ്ട് ഇൻട്രസ്റ്റ് പോവാം. അപ്പൊ ഇപ്പൊ സ്കൂളെന്ന് പറഞ്ഞാണ് ഇപ്പൊ നമ്മുടെ റോഡ് മുഴുവൻ ലൈറ്റും ഒക്കെ ഇട്ടുണ്ട്. പിന്നെ അമ്പലത്തിലൊക്കെ നിറച്ച് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാവൂലേ. അപ്പൊ ഇവൻ അതൊക്കെ നമ്മുടെ തൊട്ടന്നെ കിടന്നിട്ട് കാണിച്ചില്ലെങ്കിൽ മോശം. അപ്പൊ വിച്ചില്ലാത്തതുകൊണ്ട് ഞാൻ വിച്ചിനെ വിളിച്ചായിരുന്നു. അപ്പൊ അവൻ അവിടെ തിരക്കിലാണ് ഓഫീസില്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ വരുമ്പോ ലേറ്റ് ആയി നമ്മൾ കഴിഞ്ഞാലോ, അപ്പൊ നിങ്ങൾ അവനെ കൊണ്ടുപോയി കാണിക്കും, നിങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവാണ്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ ചെറിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റാഗ്രാം പേജ് താടിയുംപോട്ടും ഒഫീഷ്യൽ, ഫേസ്ബുക്ക് താടിയുംപോട്ടും, സെക്കൻഡ് ചാനൽ താടിയുംപോട്ടും ടോക്സ്. അപ്പൊ അതിവിടെ ഓടി നടക്കണേ, റെഡി ആയിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞേ തമ്പാച്ചന്റെ അടുത്ത് പോവാ, ലൈറ്റ് കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ അതിന് തൊട്ടത് ഇവിടെ നല്ല പാട്ട് കേൾക്കുന്നുണ്ട്, സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ നടന്നെത്തും. നമ്മള് നമ്മുടെ മുന്നത്തെ ആദീസിന്റെ എന്താ ചോറൂണല്ല, സോറി, അതന്നെ ആദ്യക്ഷരം തെറ്റിപ്പോയി, ചോറൂണ്. ഞാൻ അതൊരു ഡൗട്ട് അടിച്ച. അതൊക്കെ നടത്തിയത് ഈ അമ്പലത്തിലാണ്, നമ്മുടെ വീടിനടുത്താണ്. നമ്മുടെ ഈ വഴി ഇങ്ങോട്ട് കിടക്കുമ്പോ ഇവിടെ മുതൽ ലൈറ്റ് തുടങ്ങും ഗൈസ്, മാൽബൾബ്. അവിടെയൊക്കെ മറ്റേ ഹൊസൈന പാട്ടൊക്കെ വെച്ചിട്ട് അത് ആ ഭാഗത്തുമ്പോ നമുക്ക് നൈസായിട്ട് മ്യൂട്ട് ചെയ്യേ, അല്ലെങ്കിൽ ഞാനപ്പൊ കേട്ട അന്നൊരു ചെറിയ ഉത്സവത്തിന് പോയത് ഓർമ്മയുണ്ടോ? ചെറുതല്ല, കാവടി ഒക്കെ. അത് ഞാനുണ്ടാവും തന്നെ. ഇവിടെ നമ്മളെ വീടിനടുത്ത് കുണ്ടയത്തനട അമ്പലം ഉണ്ട്. അത് 2 കൊല്ലത്തില് ഒരിക്കൽ വരുന്ന ഉത്സവം. അത് നാളെ. യെസ് ഗൈസ്, അതിനും നമ്മൾ പോകുന്നതായിരിക്കും. അത് എപ്പോഴാന്നറിയില്ല, അത് പ്രദർശനം അതൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ചിലപ്പോൾ മ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് കണ്ട് എൻജോയ് ചെയ്യാം. ഓക്കെ,
യെസ് ഗൈസ് കിട്ടില്ല ലൈറ്റ്. നമ്മളവിടെ പക്ഷെ കാവടിക്ക് അങ്ങനെ ഇങ്ങനെ പുറത്ത് റോഡുകളില് ഇത് വെക്കലൊന്നുമില്ല, പാട്ട് വെക്കലില്ല. നമ്മള് വീടുകളിൽ പൊളിക്കും പാട്ട് വെച്ചിട്ട്. സ്റ്റേജ് പ്രോഗ്രാംസ് കുറെ ഉണ്ട്, ആൾക്കാർ പോകുന്നുണ്ട്. സൈഡിൽ വെച്ചാൽ മതി. അയ്യോ മതി മതി. അപ്പോൾ നമ്മളെ അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, അപ്പോൾ ലഘുഭക്ഷണം ആണ് ഇത്. ഇത് വടയില് പരിപ്പ് വട, സാമ്പാർ വട. സാമ്പാർ വട ആണ്. സാമ്പാർ വടയാണോ രസവടയാണോ അറിയില്ല. രസവട. അപ്പൊ ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല ഇങ്ങനത്തെ ഒരു ഐറ്റം. എന്താണ് അപ്പൊ നമ്മളിത് കഴിക്കട്ടെ. ഇതാണ് അപ്പൊ ലഘുഭക്ഷണം. ഓർത്തെ ലഘു നല്ല അത്യാവശ്യം ഉണ്ട്. സീരിയസ്ലി പറയാണ്, കിഡ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഈ സാമ്പാർ സാമ്പാർ വട. സാമ്പാർ വട ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. ഇത് ഞാൻ വെറൈറ്റി ഒരു സംഭവമാണ്. ഇത് സാമ്പാർ വടയാണോ രസവടയാണോ പിന്നെ കഴിച്ചു നോക്കി. ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. പരിപ്പട പരിപ്പട സ്വീറ്റ് ആയിട്ടുള്ള എന്തൊരു സാമ്പാർ സംഭവം ആവോ. നല്ല രസമുണ്ട്. ഇത് ലഘുഭക്ഷണം എന്നല്ല, രാത്രിക്കുള്ളതായി. സത്യം അതി സൂപ്പർ. ഇത് ഇവിടുത്തെ എല്ലാ അമ്പലങ്ങളിലും എനിക്ക് തോന്നുന്നു ഈ 2 മാസങ്ങളില് ഇവിടെയുള്ള ആളുകളൊന്നും വീട്ടിലൊന്നും വെക്കില്ല. നാളത്തെ സദ്യകളായിട്ട് വെണ്ടക്കായ, പിന്നെ എന്തൊക്കെയോ വെജിറ്റബിൾസ് ആണ്. എനിക്ക് പലതിന് പേരറിയില്ല. പച്ചമുളക് അല്ലേ നാളേക്കുള്ള വൈകുന്നേരം ഉച്ചയ്ക്ക് അടിച്ച് നോക്കി ചേർന്നാൽ
ഗൈസ് അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കേട്ടാ. അവിടുന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ആ നിരപ്പിന്ന് വേഗം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം ഒരു തവണ വീഴാൻ നോക്കി അടിയിലിരിക്കും. അപ്പൊ അപ്പൂസ് ഞാനും പിടിച്ചു ഡാൻസ് കണ്ടോണ്ടിരിക്കുമ്പോ. അപ്പൊ അത് ഉള്ളിലുണ്ട് എനിക്ക് പേടി. അപ്പൊ ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് ക്രോസ് ചെയ്യുമ്പോ വേഗം കടന്നു കഴിഞ്ഞാൽ പിന്നെ വീഴില്ല. ഇവനെങ്ങാനും പതുക്കെ എങ്ങനെ വീഴുമ്പോ വീഴുമോന്ന് പേടിച്ചിട്ട് ഞാന് വേഗം അവിടെ നിന്ന് പാസ് ചെയ്തത്. അപ്പൊ ഞാൻ ആദ്യം കൂടി വീണു. പിന്നെ ആദ്യം ഞാൻ മുറുക്കി പിടിച്ചു, അവനൊന്നും പറ്റാണ്ടിരിക്കും. അപ്പൊ എന്റെ രണ്ട് കൈയുടെ മുട്ടുമ്മയും പിന്നെ എന്റെ കണ്ട ആടി ഇവിടെ പൊട്ടി കണ്ട. ഇവിടെയും ഇതൊരു മരുന്ന് അപ്പൂസ് പറ്റിയാ ചോര ബ്ലഡ് വരെയായിരുന്നു. ഇവിടെയും ഇവിടെയായിട്ട് രണ്ട് സ്ഥലത്തായിട്ട് പൊട്ടി. പിന്നെ കൈയുടെ ഇതിന്റെ ഉള്ളിലൊക്കെ പൊട്ടി. നല്ല വേദനയുണ്ട്. നല്ല പെട്ടെന്ന് തന്നെ നീര് വന്നു കൈയുടെ ഉള്ളിലൊക്കെ ഈ ആടിയിലൊക്കെ. അപ്പൊ പക്ഷെ ഞാൻ വീണ വഴിക്ക് ഒരു ആന്റി വേറെ രണ്ട് ചേച്ചിമാര് വന്ന് തന്നെ പിടിച്ചു. ഞാൻ ആന്റി ചോദിച്ചു ചെരുപ്പ് എന്തോ ട്രിവാൻഡ്രം സ്റ്റൈലിൽ എന്തോ പറഞ്ഞു, ചെരുപ്പ് എന്തോ ഒരു ഭാഷ പറഞ്ഞു. ഇതാണല്ലേ എന്ന് പറഞ്ഞു. ആ ചെരുപ്പ് സ്ലിപ്പായതാണെന്നാ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ആ ചെരുപ്പ് സ്ലിപ്പായതാണ്ടി എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ അടുത്തൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവരാരെന്ന് എനിക്കറിയില്ല. അവർ കാണുന്നവരാണെങ്കിൽ താങ്ക് യു. ഞാൻ അപ്പൊ തന്നെ അപ്പൂസ് ഓടി വന്നു, അപ്പൂസും പിടിച്ചു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഉണ്ണിക്ക് വല്ലതും പറ്റി. ഞാൻ ഉണ്ണീനെ ഞങ്ങൾ രണ്ടാളും അവനെ മുറുകെ രണ്ട് കൈ കൊണ്ട് പിടിച്ചു. അപ്പൊ അതുകൊണ്ട് എന്റെ രണ്ട് മുട്ടും അതൊക്കെ പറ്റി. അവന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അവനൊന്നും പറ്റിയില്ല. അവന് ബ്ലഡ് വരിക അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ല. അവൻ വീണപ്പോ അവൻ പേടിച്ചു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ ഉണ്ണിക്ക് വല്ലതും പറ്റിയോ നോക്ക് എന്നാണ് ഞാൻ നോക്കുണ്ടായിട്ട് വേഗം ഞാൻ ചാടി പറഞ്ഞൊക്കെ ഓടി. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെന്താ പറയാ, വീഴാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വേഗം കടന്നതാ. കാരണം അവൻ വീഴാതിരിക്കാൻ വേണ്ടിട്ട് അവൻ മുകളിൽ ഡാൻസ് കൊണ്ടിരിക്കുമ്പോ താഴത്തേക്ക് നിരപ്പാണ്. അപ്പൊ സ്റ്റെപ്പാണ്, അടിയിലൊരു സ്റ്റെപ്പ് മുകളിലൊരു സ്റ്റെപ്പായിട്ട്. അപ്പൊ എനിക്ക് പേടിയാവും നടന്നു പോകുമ്പോ അങ്ങനെ വീണാലും പേടിച്ചിട്ട് അങ്ങനെ ചെയ്തപ്പോ രണ്ടാൾ വീഴ്പി എനിക്കിതാ ഇരിപ്പിരിക്കേണ്ട അവസ്ഥയായി ഗായ്സ്. എന്താ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് താഴത്ത് വേറെ ആരുടെ മെക്കട്ടിക്ക് വീഴാഞ്ഞു നന്നായി. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. വിച്ച് ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ വിളിച്ചായിരുന്നു. അപ്പൊ അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പൊ അവൻ പറഞ്ഞു എന്നെ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പോയി കാണാനൊന്നും പറ്റില്ല. തൊട്ട് നമ്മുടെ വീടിന്റെ തൊട്ട് നമ്മുടെ അമ്പലത്തിൽ തന്നെ നടക്കുമ്പോ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര അവനെല്ലാ പ്രാവശ്യം ഇങ്ങനത്തെ അമ്പലത്തിലെ വിശേഷങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ അവന് വരാൻ പറ്റാറില്ല. ഓഫീസിൽ തന്നെയായിരിക്കും. അപ്പൊ ആദ്യമുള്ളതല്ല അവർക്ക് ഇത് കണ്ണിന് ഇങ്ങനെ എല്ലാ ദിവസവും വീട്ടിൽ ഈ സമയത്ത് ഇരിക്കുക. അപ്പൊ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു വ്യത്യാസം അവരെ വെച്ചിട്ട് പോയതാണ്. അപ്പൊ ഒരു കുട്ടി വ്ളോഗാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലയൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പൂസാകെ പേടിച്ചു. ആദിസിനെ എടുത്തിട്ട് അവൻ വേഗം നടന്നു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പടക്കുണ്ട് എന്നെ ഒന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെറുതെ അപ്പൊ ഞാൻ പോവാ, ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ ആ ഉണ്ണി ഞാൻ വീണ് കഴിഞ്ഞപ്പോ അവനോട് ടെൻഷൻ. ആ ഉണ്ണീനെ എടുത്ത് വേഗം മതി എടുത്തതൊക്കെ മതി വാ പോവാന്ന് പറഞ്ഞിട്ട് അവൻ വേഗം പോകുന്നു. അപ്പനെ വിച്ചുനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. നല്ല വേദന ഇട്ടിട്ടാ. ഞാൻ ചിരിക്കണം നോക്കണ്ട, നല്ല സൂപ്പർ വേദനയുണ്ട്. അപ്പൊ കുഴപ്പമില്ല. എന്തായാലും അവനൊന്നും പറ്റിയില്ലല്ലോ. അവനൊന്നും പറ്റിയില്ല. ഞാൻ അവനെ ഇങ്ങനെ രണ്ട് കൈ മുറുക്കി ഇങ്ങനെ രണ്ട് സൈഡിൽ രണ്ട് കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് എന്റെ രണ്ട് കൈയുടെ മുട്ടിലും എന്റെ കൈയുടെ ഉള്ളിൽ കണ്ട ഇതിലൊക്കെ ഭയങ്കര നീരായി പോയി. ഇപ്പൊ പിന്നെ ഇതാ ഇവിടെയും പൊട്ടി, ഇവിടെ രണ്ട് സൈഡിൽ പൊട്ടി, ബ്ലഡ് വരെയായിരുന്നു. അവൻ വന്ന വഴിക്ക് തന്നെ വേഗം അഞ്ചമ്മ അപ്പോ അപ്പൂസ് വേഗം ഡ്രസ്സ് മാറി. അവൻ പിന്നെ ബ്രഷൊക്കെ ചെയ്യാൻ പോയി. ഇനിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവിടെ ലഘുഭക്ഷണമാണ്, എന്നാലും നമ്മൾ അത്രയ്ക്ക് തന്നെ കഴിക്കാറുള്ളൂ. ഞാൻ ആകെ 2 ഇഡ്ഡലി കഴിക്കുന്ന ആളുണ്ട്. അവിടെ 3 ഇഡ്ഡലി ഇഷ്ടമുള്ളത്ര എടുക്കാം, പക്ഷെ 3 ഇഡ്ഡലി കഴിച്ചോളൂ. പിന്നെ ആദ്യം ഇവിടുന്ന് പോകുമ്പോൾ അവന് പുട്ടും ഇതൊക്കെ കൊടുത്തിട്ട് അപ്പൊ അവന് ഇനി വേണമെന്ന് വെച്ചാൽ അവനിപ്പോ ചോറ് കൊടുക്കാന്ന് വെച്ചിട്ടാ ഞാൻ. അപ്പൊ അതൊക്കെയാണ് പുതിയ വിശേഷങ്ങള്. ആരാപ്പനെ നോക്കിക്കണോ ഓഫീസിന്? ചിമ്പുകുട്ടനാ അപ്പൻ നോക്കിക്കണേ. ടാറ്റാ ചിമ്പുകുട്ടൻ ഉറക്കത്തിന്നൊക്കെ എനിക്ക് വന്നിട്ട് അപ്പനെ നോക്കിട്ട്. ചാലി അപ്പ വന്നാ ചാകായിക്കണ് കണ്ട എന്റെ മോൻ. എന്റെ മോൻ കടയിൽ നിന്ന് വന്നിട്ട് ചാകായിക്കണ് കണ്ട അപ്പനെ പാല് മേടിച്ച് വന്നത്. ഗേറ്റ് അടച്ചിന് കണ്ട എന്റെ മോൻ. അച്ചോ ബൊയ്യാന് അച്ചോ ചക അടച്ചിനില്ലേ ചോയേ ബൈ അഞ്ചമ്മ. കണ്ടോ ഗൈസ്? അല്ല മറ്റേ എന്താണ് പാതിരാത്രി എല്ലാവരും ഉറങ്ങിയപ്പോ ജോലി കഴിഞ്ഞ് വരുന്ന ഒരാള് ഉത്സവം തൊട്ടപ്പുറത്ത് നടന്നാലും ശരി എന്തായാലും ശരി ഒന്നിനും പോവില്ല.
അപ്പൊ ഇതിപ്പോ ആറ്റിനെറ്റി പോയി വന്നതാണ്. കണ്ടോ താൻ കണ്ട കുഴപ്പമൊന്നുമില്ല, നീരൊന്നും വന്നില്ലല്ലോ. കണ്ടില്ലേ? അതല്ല ഞാൻ പറഞ്ഞേ, അല്ല അത് പൊട്ടി എന്റെ. ഇത് നല്ല കുത്തി വീണാന്റെ. അല്ല വേറെ എല്ല് അടിച്ചുകുട്ടെ അപ്പടെ കുട്ടനെ അടിച്ചുകുട്ടൻ ചാർലി ബാഗ് ഊരി വയ്ക്കാപ്പാ. നിക്ക്, ബാഗ് ഊരി വയ്ക്കാം. നിക്ക്, വെളിച്ചത്ത് നോക്കാം. പൊന്തിക്ക്. ഇതാണ് ഇവിടെ കറക്റ്റ് ഒരു കട്ട. അല്ല, അത് ഇവിടെ ഒരു ഉണ്ടേ. അത് മനസ്സിലായി, ഇടിച്ചു വീണല്ലേ. ഇതെങ്ങനെ ഇവിടെ കുത്തിയപ്പോ? ഇങ്ങനെ ഒരു ഭാഗം തട്ടാണല്ലോ. അല്ല, ഈ മുഖം ഇങ്ങനെ കൊണ്ട് കുത്താനായിട്ടപ്പോ ഇവനൊന്നും പറ്റാണ്ടിരിക്കും. എങ്ങനെ പിടിച്ചു? അപ്പൊ എന്നിട്ട് അവന്റെ കയ്യിൽ പിടിച്ചു. അവൻ ചാടി എസ്കേപ്പ് ചെയ്തു. അല്ല, അവനൊന്നും പറ്റിയില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഉതിർന്ന് പോയി. അപ്പോഴേക്കും അവനെ ബ്ലോക്ക് ചെയ്തു. അതാണ് രണ്ട് കൈ കൈ വേറെ പൊട്ടിയാ. ഇവിടെ പൊട്ടിയാ, ഇവിടെ പൊട്ടി, ഇവിടെ തൊലി പോയി. അത് കുഴപ്പമില്ല. ഇതും സീൻ. ഇതിപ്പോ ഇവിടെ കുത്തിയന്റെ ഇത് കണ്ട നീലച്ചിരിക്കണേ. അത് മാത്രല്ല, ഇവിടെ തൊടാനേ വയ്യ. ഇതാ നീലച്ചുണ്ട് കല്ലില്. ഇത് നീലച്ചത് കാണാല്ലേ? ഇതും തൊട്ടാ കല്ലില് കൊണ്ട് കുത്തിട്ടാ. മനസ്സിലായി. ഇതൊന്നും നല്ല വിഷയം. ഇതിപ്പോ വേറെ എവിടെയെങ്കിലും ആയെങ്കിലും നല്ല വിലയുണ്ട്. നാളേക്ക് നല്ല സെറ്റ് ആവും കയ്യും ഇതൊക്കെ. നല്ല സൂപ്പർ. സമയത്തിനും കാലത്തിനൊക്കെ ഓഫീസിൽ നിന്ന് വരണം. അപ്പൂസിനെ കൊണ്ട് പോയില്ലേ നീ? സൂപ്പർമാനെ കൊണ്ട്. ബൂസ്റ്റ് നല്ലത്, പാലി. മനസ്സിലായി, പരിപ്പോട ബൂച്ച് നാളെ. ജ്യൂസ് ഞാൻ വന്നു കഴിഞ്ഞാൽ നിനക്ക് ജ്യൂസ്, ബൂസ്റ്റ്, പായസം. പാശ. എന്നിട്ട് പാശ ചാർലിക്ക് എന്തെങ്കിലും കിട്ടാനറിയാതെ. എന്നെ വന്നിട്ട് ഒരക്കുന്നു ചാർലി. നോക്ക്, ചാർലി ഒരക്കാൻ വന്നേക്കണ എന്നെ. ചിമ്പാറു ഉറങ്ങി കിടക്കാറുന്നു. ഇതാരാ അടുത്താള് വന്നേക്കണ്? അറിയാൻ അടുത്താള് വന്നേക്കണ്. നീ അങ്ങട് പോയപ്പോ അവനും വാവുവന്നാ പോയെന്നാ. എന്നാ ചാർലി ഇവിടെന്നാ. ഗുഡ് ബൈ. ഒരക്കാൻ വന്നേക്കണ അവൻ. മേത്തിലിടുന്ന ആലോ അരയാണ് പൂച്ച. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ എടുക്കാൻ പറ്റിയ അവസ്ഥ ആവില്ല. അപ്പൊ അല്ലെങ്കിൽ ഫോണിലെ ചാർജ് വഴിയൊക്കെയാണെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ മഴയൊക്കെ ഉണ്ടെങ്കിലും പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. എന്ത് ഉച്ചവരെയാണെങ്കിൽ ഞാൻ ആ ഭാഗം ലേഡ് ചെയ്യാം, എന്നാലാണ് കോളം ഫുള്ളാവുള്ളൂന്ന്. മഴ പെയ്യ ഞാൻ വരുമ്പില്ല, ശബ്ദം ഉണ്ടാവും. അവൻ ഫാൻ ഇട്ടതാവും. ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചു ചപ്പാത്തിയും ചില്ലി ഗോപിയും. ഫ്രൈഡ് റൈസ് ഞാൻ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാറില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് ചപ്പാത്തി ചില്ലി ഗോപി പറഞ്ഞപ്പോ തന്നെ ഞാൻ ഈ നേരത്ത് ഇരിക്കണം എന്ന് ഒരു ഐഡിയ ഒന്നുമില്ലല്ലോ, ഒന്നും പറയാണ്ടിരുന്നിട്ട് ലാസ്റ്റ് അന്നാ ആ ചേട്ടൻ വന്നാൽ എൻ്റെ അടുത്ത് പറയാ, അന്ന് ഞാൻ കൊണ്ടുവന്നത് കഴിച്ചിട്ട് ഇങ്ങനെ ആയെന്നൊക്കെ ചോദിച്ചിട്ട് ആ ചേട്ടൻ. അപ്പൊ ഞാൻ അതൊന്നും സാരമില്ല, ഇപ്പൊ നിങ്ങളുടെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഹോട്ടലിൽ നിന്ന് പറഞ്ഞല്ലേ, നിങ്ങളത് കൊണ്ടുവരണ്ടല്ലേ, പിന്നെ എന്തിട്ട് തന്നു ചോദിച്ചു. ഇനി അതിന്റെ തന്നെയാണോന്നൊരു ഐഡിയ ഇല്ല പറഞ്ഞു. അടിച്ച് കൂട്ടേ. എന്റെ മറ്റേ സെക്യൂരിറ്റി പണിക്ക് പോയി വരുന്നവരെ പോലെ ഞാൻ ഇങ്ങോട്ട് ഇവരെന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്നെ നോക്കിയിരിക്കണ്ട. അല്ല, ഞങ്ങള്
മുക്കാൽ മണിക്കൂർ നോക്കിയിരുന്നു. പക്ഷെ എന്നെ നോക്കണ്ട, കാരണം എന്നെ നോക്കി കഴിഞ്ഞാൽ പോക്കുണ്ടാവില്ല. പൊക്കോ വേണമെങ്കിൽ പോയിട്ട് തുറന്നിടാതി ഓപ്പൺ. നമ്മുടെ നമുക്ക് ഒരു മിനിറ്റ് ബാഗ് എടുത്തേക്ക് അവിടെ നമ്മുടെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വൈകുന്നേരം ഉച്ചക്കും കാവടിയും പൂര കാടിയും ഓടെ പാതിരക്കും ഉണ്ടാവില്ലേ, പുലർച്ചയ്ക്ക് ഉണ്ടാവില്ലേ. ഇതങ്ങനെയൊന്നുമില്ല. ഈ 10-10:30 ആകുമ്പോഴേക്കും പരിപാടികൾ കഴിയും. പിന്നെ ഇല്ല ഒന്നും ഇവർക്ക്. അത് മനസ്സിലായി. ഇപ്പൊ അവിടെ കൊണ്ടുപോയി ലൈറ്റ് വരെ ഞങ്ങളവിടെ ലൈറ്റ് നിർത്തില്ല. അയ്യോ എന്റെ കൈ. ഇപ്പൊ നാളെയൊക്കെ ഇപ്പൊ ഞാൻ വരുന്ന വഴിയിൽ അവിടെയൊക്കെ കുറെ ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ മറ്റേ ഇവിടെയൊക്കെ ശൂലപുത്ര അത് ഞാൻ അപ്പൂസ് വെച്ചും കൂടി പണ്ട് കഴിഞ്ഞ വർഷം പോയില്ല. ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊന്നും കാണേ വേണ്ട പൊന്നേ. ശൂലം കുത്തണതും ഗരുഡം തൂക്കും അങ്ങനത്തെ പരിപാടികളൊക്കെയാ. അതിനിപ്പോ നാളെ വൈകുന്നേരം തന്നെ ഇത്ര സമയം കൊണ്ട് തന്നെ അത് നീര് വന്നു. നമുക്ക് രാവിലൊന്നും പറ്റിയില്ല. അതന്നെ എനിക്ക് ആശ്വാസം. ഈ പിള്ളേർക്ക് വല്ല വരണ പറ്റരുതെന്ന് ആഗ്രഹം. നമുക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല. താങ്ക് യു ഹദീസ്. അപ്പൊ അത് ശരിക്കും അതിന് മുന്നേ ഞങ്ങൾ ഡാൻസ് കണ്ടോണ്ടിരിക്കുമ്പോ ഏറ്റവും ടോപ്പ് മതിലിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. അടിയിൽ കച്ചയറില്ല. അപ്പൊ പിന്നെ അടിയിലേക്ക് അപ്പൊ ഇവിടെ ഞങ്ങൾ ഇരിപ്പിന്റെ മുന്നിൽ ഇച്ചിരി സാധനമല്ലോ. അപ്പൊ അതിന് ഇരുന്നിട്ട് ഞങ്ങള് കണ്ടോണ്ടിരിക്കുമ്പോ ആദ്യം താഴത്തേക്ക് വീഴാൻ പോയി. അപ്പൊ ഞാനും അവനും കൂടി പിടിച്ചു. അപ്പുറത്തെ 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പൊ അത് ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് ക്രോസ് ചെയ്ത് താഴത്തേക്ക് എത്തണതിന് ഒരു വീഴണ്ടാവെന്ന് വെച്ചിട്ട് പെട്ടെന്ന് കടന്നു. ഇതാണ് ഇവര് മാത്രം പോയാലുള്ള അവസ്ഥ. ഓ അപ്പൊ മാർക്കൊക്കെ അപ്പൂസിനാണെങ്കിൽ ഭ്രാന്തായി. കാരണം വീഡിയോ എടുക്കും വേണം. ഉണ്ണി വീണു. ഉണ്ണി അങ്ങോട്ട് ഞാൻ എന്നെ വിളിച്ചപ്പോ അതെ വീഡിയോ പൈൻഡപ്പിയിലൊക്കെ എങ്ങനെയാവും അറിയില്ല. ഉണ്ണി വീണുണ്ട്. അല്ല ഉണ്ണിയല്ല പൊന്നു വീണുണ്ട്. ഉണ്ണി വീട് ഉണ്ണിക്കൊന്നും പറ്റിയില്ല. എന്നെ വിളിച്ചപ്പോ അല്ല അത് കരയണത് എന്റെ ഇവിടുന്ന് ബ്ലഡ് വരുന്നത് അല്ലാന്ന് ആദ്യം അറിയണ്ടെന്നല്ലോ. അതിന്റെ ഇടയിൽ അപ്പ അതെ എന്ന് പറഞ്ഞു. ഞാനാച്ചിട്ടുണ്ടെങ്കിൽ ഷാഹിദിക്കാരെ കോൾ വിളിക്കാം. ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് ഷാഹിദ് വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഷാഹിദിക്കാരെ സംസാരിച്ചിട്ട് വർക്കിനെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. പൊന്നു ഇവിടെ വീണുണ്ടാ. ഞാൻ എവിടെ വീണ എങ്ങനെ വീണെന്ന് ചോദിച്ചു. അപ്പൊ പറയാ ഉണ്ണിയും പിടിച്ച് പോകുമ്പോ ഇറക്കത്ത് വീണാം. ഇറക്കത്ത് ഈ താട്ടി കറക്റ്റ് കൊണ്ട് കുത്തി മുഖമൊക്കെ കൊണ്ട് കുത്തി വല്ലൊക്കെ പോയല്ലേ. പിള്ളേർക്കൊന്നും പറ്റിയില്ലല്ലോ. നമുക്കല്ല പറ്റുള്ളൂ. അവനിപ്പോ അപ്പൂസിന് ഭയങ്കര ഇതായി. അവൻ പറഞ്ഞപ്പോ നീ പറഞ്ഞില്ലേ ഞാൻ വീടും താടിയിലൂടെ പൊട്ടിട്ട് കാണാന്നില്ല നോക്കണമെന്നില്ല. ഞാൻ വെച്ചോടെ ഇവിടേക്ക് വീണ് ഇങ്ങനെ പൊട്ടി സ്റ്റിച്ച് എടുത്ത് വരേ. മുഖത്തൊക്കെ സ്റ്റിച്ച് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായി. ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോ പേടിക്കണ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാണ്. നാളെ വേറെ അമ്പലത്തിലുണ്ട്. ഞാൻ നാളത്തെ എന്റെ കാര്യം നോക്കരുത്. കാരണം ഞാൻ ചിലപ്പോഴും നേരത്തെ എത്തുന്നു. അത് പ്ലോട്ടുകൾ കിട്ടില്ല പ്ലോട്ടുകളാ. പക്ഷെ അത് നമ്മുടെ പഴയ വീടിന്റെ അവിടെയാ. അപ്പൊ അവിടുത്തെ ചേട്ടന് നമ്മളെ കഴിഞ്ഞ പോലെ വീഡിയോ എടുത്ത ചേട്ടൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ദേവിയുടെ കല്യാണമൊക്കെ ഉണ്ട്. അത് 9 ദിവസത്തെ പരിപാടിയൊക്കെയാ. വലിയ പരിപാടിയാ. 9 ദിവസം കടപരിപാടികളുണ്ടാവും. എത്ര ദിവസം ഉണ്ടായാലും ഇങ്ങനെ വരണ്ടേ? ഞാൻ വരല് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ വരല് നോക്കാം. അല്ല ഇതിപ്പോ ഇത്ര അടുത്തായതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പോയി. അപ്പോഴും പകല് പോയില്ല. പകല് അവിടെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലഘു ഭക്ഷണം, ഉച്ചഭക്ഷണം, സദ്യ ഇവിടെ പറഞ്ഞാലേ മൈക്ക് സെറ്റ് വരെ വെച്ചിട്ടുള്ളത് എത്ര കിലോമീറ്റർ അപ്പുറത്തേക്കാന്നറിയാം. കാരണം അവിടെ ഇവിടെ നിന്ന് വിളിച്ച് പറയും ഇവിടെ ലഘു ഭക്ഷണം കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ അകലെ എല്ലാ ആൾക്കാർ വരെ വരും. അത്രയും ദൂരത്തിലേക്ക് മൈക്ക് സെറ്റ് വെച്ചിട്ടുണ്ട്. കുപ്പിയും സാധനങ്ങളൊക്കെ ഞാനിത് വന്ന വഴിക്ക് തന്നെ അവിടെ കൊണ്ട് വെക്കാറില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ മൈൻഡ് ചെയ്യാന്ന് വെച്ചിട്ട് മൈൻഡ് ചെയ്തു. എന്നാലും ഞാൻ അവനെ കാണിച്ചില്ലെന്ന് വേണ്ട. അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാവില്ല ചെറുപ്പത്തില്ല. കാരണം തിരിച്ചു വരുമ്പോ ആകെ ദേഷ്യം. അല്ല ഇന്നിപ്പോ അതിന് അവിടെ വേറെ സ്റ്റേജിന്റെ പരിപാടി ഡാൻസ് ഓരോരോ സ്ഥലങ്ങളിലും എല്ലാ ദിവസവും പ്രോഗ്രാം കഴിയണേന്റെ തലേന്ന് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും കഴിയണേന്റെ തലേന്ന് അവിടെ പ്രോഗ്രാം ഉണ്ടാവും. അന്ന് പോയാ പോലത്തെ എന്തെങ്കിലും പാലി നാടകമൊക്കെ അതുണ്ടാവും. ഇവിടെ ചാൻസ് കുറവാ. കുണ്ടായി നാടകം അവിടെ ഉണ്ടാവും.
കൊറേ കാലക്കുട്ടി ഇവിടെ നാടകങ്ങളുണ്ടാവും. നാടകം, ബാല, ചെറുപ്പത്തിലേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു. ബാല, നാടകം ഇങ്ങനത്തെ പരിപാടികള് ഇവിടെ ഉണ്ടാവും കൂടുതലാ ഇവിടത്തെ എല്ലായിടത്തും. പിന്നെ 7-ാം തീയതി എനിക്കൊരു പരിപാടി കാണണമെന്നുണ്ട് ഇവിടത്തെ. ഇവിടെ അല്ല, അത് തൊട്ടാ അങ്ങോട്ട് കുറച്ചാണ് പോയിട്ടാ. പാലാ കമ്മ്യൂണിക്കേഷന്റെ ഗാനമേള ഉണ്ട്. കിടിലൻ ഗാനമേള. പക്ഷെ ഞാൻ വരുന്ന സമയം എനിക്കറിയില്ല. അല്ല, ഞാൻ പറയാ അവിടത്തെ ആ ഗാനമേളെങ്കിലും കാണണമെങ്കിൽ 2 പാട്ടെങ്കിലും കാണണ്ട മുതല സാധനം പാലാ കമ്മ്യൂണിക്കേഷൻ. അവരുടെ കാണണം ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാ കാവടി പൂരൊക്കെയാണ് ഇപ്പൊ 2 ദിവസത്തെ ആയിരിക്കും പരിപാടി എന്ന് വെച്ചാൽ. ഇപ്പൊ ഇങ്ങനെ മേളത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കും. വഴി കൂടെ മുഴുവൻ നമ്മുടെ ഓരോ വീടുകളുടെ മുന്നിൽ കൂടെ കൊട്ടിപ്പോവും. അത് മാത്രമല്ല, പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒക്കെ പാതിരാത്രിയൊക്കെ റോഡ് കൂടെ എന്തോരം വേണമെങ്കിൽ പുലർച്ചയും ഒക്കെ കിടന്ന് നടക്കാം 24 hour. കാരണം റോഡ് ഒരു ഏരിയ മാത്രം മാലവെളുപ്പ് ഇടുന്ന പോലെ അല്ല, ട്യൂബ് ലൈറ്റുകളുടെ കളിയായിരിക്കും എല്ലായിടത്തും. ഇവിടെ മാലവെളുപ്പ് മോളിൽ നിന്ന് അടിയിലേക്ക് ഞാത്തിരുന്ന പരിപാടി. അവിടെ അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഫുൾ ട്യൂബ് ലൈറ്റുകളുടെ അവിടത്തെക്കാളും കൂടുതൽ മാലവെളുപ്പ് പരിപാടി ഇവിടെ കൂടുതല്. ട്യൂബ് ലൈറ്റുകളെ ഞാൻ പറയണ വെളിച്ചം നമുക്ക്. അതുപോലെ ഇപ്പൊ ഇവിടെ ഈ പരിപാടി ഡാൻസ് പരിപാടി കഴിഞ്ഞത് ഏകദേശം ഒരു 10-10 കൂടി അവസാനിച്ചു. എനിക്ക് തോന്നുന്നു 10 മണിയാന്ന് തോന്നുന്നു. 10 മണിയാകുമ്പോഴേക്കും ഇവിടെ വിളിച്ചില്ലേ വീണില്. അതാണ് എല്ലാം കഴിഞ്ഞു. അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി നാളെ രാവിലെ മുതലാണ് അടുത്ത പരിപാടികൾ. ഉണ്ട് ട്ടാ. അത് വേറൊരു കാര്യം. നമ്മുടെ അവിടെ അതില്ലേ. 9 നമ്മുടെ അവിടുത്തെ പരിപാടികളും ദിവസം അന്നദാനം, 9 ദിവസം ലഘുഭക്ഷണം, 9 ദിവസവും കലാപരിപാടികള് എല്ലാം നടത്തണ്ടേ. എല്ലാ ദിവസവും ഫുൾ പരിപാടി പ്രോഗ്രാം കഴിഞ്ഞ പോലെ. പിന്നെ നമ്മള് രാവിലെ ഒന്നും പോയിട്ടില്ലല്ലോ. അപ്പൊ ഇത്രയുള്ള കായ്സിലെ ഇത്രയാണ്. ഞാൻ വൈകിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ചോര നന്നായി വന്നു. താടിയിലൊരു സെപ്പറേറ്റ് കട്ട് വന്ന പോലെ സെന്ററിൽ വരണായിരുന്നു. ഇതിപ്പോ മന്ത്രജിത്തുണ്ട്. കണ്ണ് കിട്ടി ഗൈസ്, കണ്ണ് കിട്ടി. ആരൊക്കെയോ ഞാൻ കണ്ണു വീട്ടിലൊന്നും കഴിച്ചില്ല. അത് പൊട്ടിക്കണ്ട കേട്ടോ. അപ്പൊക്കെ ആകെ കൊണ്ടുപോകാൻ കുപ്പിയാട്ടെ അത്. അപ്പൊ ഇത്രയൊക്കെയുള്ള അപ്പൂസ് വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ പല്ലൊക്കെ തയ്ച്ച് അവന്റെ അടുത്ത് പറഞ്ഞു പൊന്നു എടുത്തോ, ഞാൻ പല്ലൊക്കെ വെച്ച് കഴിക്കട്ടെ. അപ്പൊ നാളെ ഇതേപോലെ നല്ലൊരു വീഡിയോ വരാം ഗൈസ്. നാളെ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും തടി പൊട്ടു കമ്മിങ് വിത്ത് ന്യൂ വീഡിയോ എന്ന് പറയും. ന്യൂ വീഡിയോ. Good night.